ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 15 മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ചാണ് ഗാസയിൽ വെടിനിർത്തലിന് ധാരണയായത്. ഇസ്രയേലും ഹമാസും കരാർ അംഗീകരിച്ചു. അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വരും. യുഎസിന്റെ നേതൃത്വത്തിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ദോഹയിൽ മാസങ്ങളായി നീണ്ട ചർച്ചകളാണ് വിജയം കണ്ടത്. കരാർ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ജനുവരി 20 മുൻപ് വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം നടത്താൻ യുഎസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. ഗാസ ജനതയുടെ ധീരതയുടെ വിജയമാണിതെന്ന് ഹമാസ് പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഗാസയിലെങ്ങും ജനം ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. 3 ഘട്ടങ്ങളാണ് കരട് വെടിനിർത്തൽ കരാർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കരാർ പ്രാബല്യത്തിൽ വരുന്ന ആദ്യത്തെ 6 ആഴ്ച കാലയളവിനുള്ളിൽ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, മുറിവേറ്റവർ എന്നിവരുൾപ്പെടെ 33 ബന്ദികളെ ഗാസയിൽ നിന്ന് മോചിപ്പിക്കും. ഇസ്രയേൽ തടവിലാക്കിയ 100 കണക്കിന് പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും പകരമായി വിട്ടയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ 42 ദിവസത്തിനിടെ ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേൽ സേന പിൻവാങ്ങും. പലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്യും. ഇതോടൊപ്പം മാനുഷിക സഹായത്തിനായുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും. ഓരോ ദിവസവും സഹായ സാമഗ്രികളുമായി 600 ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുമെന്നുമാണ് ആദ്യഘട്ടത്തിലെ ധാരണകൾ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടങ്ങൾ സംബന്ധിച്ച് ധാരണയായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ തുടരുമെന്നും ആദ്യഘട്ടം അവസാനിക്കുന്നതിന് മുൻപ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള കരാറിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും 3 മധ്യസ്ഥർ ഹമാസിന് വാക്കാലുള്ള ഉറപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 46,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്.